ഈ കുണുങ്ങി കുണുങ്ങി ഓടുന്നത് ഞാനിവനെ കളഞ്ഞിട്ട് ഒരുങ്ങിക്കെട്ടി എവിടെ പോകുന്നെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്നെക്കാട്ടി മുന്നേ വണ്ടിക്കകത്ത് കയറാനുള്ള വെപ്രാളത്തിൽ ഓടിയതാണ്. അപ്പോൾ ഞാനും അമ്മയും മോനും കൂടെ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ വരെ പോകാമെന്ന് വിചാരിച്ച് തൊഴാൻ വേണ്ടി വന്നേ കേട്ടോ. ഇനി കുറച്ച് ഭക്തിമാർഗ്ഗമൊക്കെ ആവാമല്ലേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി. തൊഴുതിറങ്ങി നേരെ ഞങ്ങൾ പോയിട്ടൊരു ബേക്കറിയിലോട്ടാണ് പോയത്. എന്തിനാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഷാർജ വേണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഷുഗർ ആണെങ്കിൽ അമ്മയ്ക്ക് മധുരം തീറ്റിക്ക് യാതൊരു കുറവുമില്ല. ചായയിലൊഴിച്ച് ബാക്കി എല്ലാ സാധനത്തിലും അമ്മ മധുരം ചേർത്ത് കഴിക്കാറുണ്ട്. ഇതുപോലെ ചായക്ക് മാത്രം മധുരം ഇടാതെ ബാക്കിയെല്ലാം മധുരം കഴിക്കുന്ന പേരൻസ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷാർജ ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ നാരങ്ങ വെള്ളം മുട്ട പപ്സിലും അതങ്ങ് ഒതുക്കിയത്. അവിടുന്ന് മേടിച്ചതാണ് ഈ എള്ളുണ്ട്. ഈ എള്ളുണ്ട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് വൈറ്റ് കഴിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് മേടിച്ച ഐസ്ക്രീമാണ്. ഇവൻ സാധാരണ ഒരു സാധനം ആർക്കും കൊടുക്കാത്തത്. ഈ ഐസ്ക്രീം അവന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എനിക്ക് തന്നേതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ഡൗട്ട്. എന്തുമായാലും അത് തീരുന്നവരെ എനിക്കവൻ കോരി തന്നുകൊണ്ടേയിരിക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിൽ നിന്ന് ഐസ്ക്രീം മുഴുവൻ കുടിച്ചിട്ട് നേരെ ഞാൻ അടുക്കളയിൽ പോയപ്പോൾ അതാണ്ട് ചക്കയും ചക്കക്കുരുവും പുഴുങ്ങി വെച്ചിരിക്കുന്നു. ഇവിടെ അമ്മയ്ക്ക് വെച്ചാൽ ഇത് വലിയ ഇഷ്ടം. എനിക്ക് ഈ ചക്കയോട് വലിയ താല്പര്യമില്ല, പക്ഷേ ചക്കക്കുരു എനിക്കിഷ്ടമാണ് കേട്ടോ. ചക്കയും ചക്കക്കുരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേസ്. അതിൽ ഒരുപാട് എന്തൊക്കെയോ വിറ്റാമിൻസും എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചക്കയോട് വലിയ താല്പര്യമില്ല. ചക്കക്കുരു പുഴുങ്ങിയത് ഇവിടെ വന്നിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് കേട്ടോ. ഒരു ചുമന്ന മുളക് ചമ്മന്തിയുണ്ടല്ലോ, അത് ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ. കാര്യം അതിന് എരി കുറവാണ്. അങ്ങനെ ഇതും കഴിച്ച് എരിഞ്ഞ് വാരിയിരിക്കും. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.